ഇത് കണ്ടിരുന്നോ? ഇത് ഭയങ്കര വൈറലാണ്. ഈ വീഡിയോ അല്ലേ? ഇത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണ്. 29 വർഷം മുമ്പ് ഇവര് പാടിയതാണ്. ഇത് സജ്ജി എന്ന് പറഞ്ഞ ഉണ്ണിയേട്ടൻ എന്ന് പറയുന്ന പുള്ളി അരീക്കോടാണ്. ഞാൻ പുള്ളിയുടെ ഒരു ഫ്രണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഈ ചേച്ചി സത്യഭാമ ചേച്ചിനെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ രണ്ടുപേരും വെച്ചിട്ട് ഒന്ന് ഇതാക്കി അടിപൊളിയായിരിക്കും. പോയാലോ? നമുക്ക് പോയി നോക്കാം. സജ്ജി അരീക്കോടിന്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സത്യഭാമ ചേച്ചിയും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. 29 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. നമുക്കായി വലിയ സജ്ജീകരണങ്ങളോട് കൂടിയാണ് ഇവർ ഇവിടെ നിൽക്കുന്നത്. ചേച്ചി, ഇപ്പോൾ 29 വർഷം മുമ്പ് ഒരു കല്യാണ വേദിയിൽ പാടിയതാണ്. അത് വലിയ തോതിൽ ഇപ്പോൾ ഇങ്ങനെ ചർച്ചയാകുന്നുണ്ട്. എന്താണ്? സന്തോഷമുണ്ട്, വളരെ സന്തോഷം തോന്നുന്നുണ്ട്. 23 വർഷങ്ങൾക്ക് ശേഷം ഇപ്പം ഇത് വൈറലായ സ്ഥിതിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. പഴയ ഒരു കാലഘട്ടത്തിലേക്ക് പോയ പോലെ തോന്നുന്നു. ഇപ്പോഴും പഴയ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. അത്രയും സന്തോഷമുണ്ട്. ഈ കല്യാണ വീടുകളിലൊക്കെ സ്ഥിരം പാട്ടുണ്ടായിരുന്നല്ലേ? അതെ അതെ, കല്യാണ വീട്ടിലൊക്കെ കല്യാണ വീട് സ്റ്റേജ് ഒക്കെ ഉണ്ടായിരുന്നു, ഗാനമേളകളൊക്കെ. ഇപ്പോൾ എന്താണ് ഇന്നത്തെയും വലിയ അന്ന് താടി ഉണ്ടായിരുന്നു? കുറച്ചും കൂടി ചെറുപ്പക്കാരനായിട്ടാണ് തോന്നുന്നത്. അന്ന് താടി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 29 വർഷം മുമ്പാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പാടിയത്. അന്ന് ഒരുവിധം വേദികളിലൊക്കെ ഞങ്ങൾ തന്നെയാണ് ഒരുമിച്ചുണ്ടായിരുന്നത്. പിന്നെ ഷാജി എൻ്റെ സഹോദര തുല്യനാണ്. അദ്ദേഹം തന്നെയാണ് അന്ന് ഋതം കമ്പോസറൊക്കെ വായിച്ചിരുന്നത്. പിന്നെ അന്ന് അതിൽ ഞങ്ങളുടെ കൂടെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഒരു തബല വായിക്കുന്ന പിന്നെ ബാലൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ചെങ്ങര. അയാളെ കല്യാണത്തിൻ്റെ പ്രോഗ്രാമാണത്. അപ്പോൾ അതിൽ തന്നെ തബല വായിച്ച എൻ്റെ ഒരു പൃഥ്വിരാജ്, പിന്നെ ഒരു പ്രഹ്ലാദൻ, ഒരു അയ്യൂബ്, പിന്നെ പെരിന്തൽമണ്ണ ഷൈജു, ബൈജു, അങ്ങനെയുള്ള ടീമുകളായിരുന്നു അന്ന് സൗണ്ട് സിസ്റ്റം അറേഞ്ച് ചെയ്തിരുന്നത്. സാധാ സൗണ്ട് സിസ്റ്റം ഇന്നത്തെ പോലെ മിക്സറും കാര്യങ്ങളൊന്നുമില്ല. സാധാ ആംപ്ലിഫയർ വെച്ചിട്ട് കൊണ്ടോട്ടി ചുണ്ടക്കാടൻ ലൈറ്റ് ആൻഡ് സൗണ്ടിലെ കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ ആളാണ് അത് സൗണ്ട് എഞ്ചിനീയർ. അയാൾ ചെയ്ത വർക്കാണ്. അന്ന് ഇന്നത്തെ പോലെ ഒരു ഫെസിലിറ്റി ഇല്ല, മിക്സറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അന്നത്തെ ക്ലാരിറ്റിയിൽ അന്നത് ചെയ്യാൻ പറ്റി. പക്ഷേ ഇന്നത് ഇത്രയും വളരെ വൃത്തിയായിട്ട് ഇന്ന് കേൾക്കാൻ കഴിഞ്ഞു. അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ആ പാട്ട് നമുക്കൊന്നുകൂടി ഒന്ന് കേൾക്കാം. തീർച്ചയായും. ഈ ഗാനമേള രംഗത്തൊക്കെ ഇപ്പോഴും സജീവമാണോ? അതെ, സജീവമായിട്ട്. ഗാനമേള ഇപ്പോൾ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ കീബോർഡ് ആർട്ടിസ്റ്റാണ്. പാട്ട് കുറവാണ്. പാട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2000 കൂടിയൊക്കെ പാട്ട് നിർത്തിയിട്ടുണ്ട്. പിന്നെ പ്രൊഫഷൻ ഇതായി മാറി. എങ്ങനെ പാട്ടിൽ ഉണ്ടോ? സജീവമായിട്ടുണ്ടോ? സജീവമായിട്ടല്ല, ഞാനിപ്പോൾ ശാസ്ത്രീയ സംഗീത ക്ലാസ് എടുക്കുന്നുണ്ട്. ഗാനമേളത്തിൽ സജീവമല്ല. പഴയ ഓർമ്മയിലേക്കൊക്കെ പോയി. അതെ, പഴയ ഓർമ്മയിലേക്ക് പോയി.
എന്തായാലും ഇവരുടെ മുക്കാല പാട്ട് കേട്ട് പഴയ തലമുറ എന്തായാലും അവരുടെ ഒരു ഗൃഹാതുര ഓർമ്മകളിലേക്കെല്ലാം പോയിട്ടുണ്ടാവും. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 മലപ്പുറം. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.